ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കുറുമയുടേതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കുറുമ പത്തിരിയുടെ കൂടെ ആയാലും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കുറുമ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കുറുമ റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ സ്പൈസസ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 4 അത്യാവശ്യം വലുപ്പത്തിലുള്ള 4 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ സവാളക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കാതെയും ചിലവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നല്ല വൈറ്റ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഏതായാലും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പൊട്ടാറ്റോയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ് കേട്ടോ, ചേർക്കണം നിർബന്ധമൊന്നുമില്ല. കറി ഒന്ന് കുറുകി കട്ടിയായിട്ട് കിട്ടാനൊക്കെ നല്ലതാണ്. ഇനി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. ഒരുപാട് അധികം പഴുത്ത തക്കാളി വേണ്ട കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ സ്പൈസസൊക്കെ ആദ്യം ചേർത്തത് കാരണം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജീരകമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് തിളച്ച് പോവരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് അധികം തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടിയും മല്ലിയിലയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി കൂടുതൽ സമയം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തേങ്ങ ഒഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു പുളിയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. തൈര് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ അരക്കുന്ന സമയത്ത് കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു 5-6 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സമയത്ത് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമ തന്നെയാണ്. അപ്പോൾ പത്തിരിയുടെ കൂടെയായാലും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പൊറോട്ടയുടെ കൂടെയായാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.